ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പട്ടുപാവാടയ്ക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബ്ലൗസിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ് തുണിയിലാണ് അളവുകളൊക്കെ രേഖപ്പെടുത്തുന്നത്. അത് ഞാൻ ഇതുപോലെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. 1 മീറ്റർ ലൈനിങ് തുണിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് തുണിയുടെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 20 ഇഞ്ചാണ്. 20 ഇഞ്ചാണ് ഞാൻ ലൈനിങ് തുണിക്ക് ലെങ്ത്ത്, ടോപ്പിന് ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ അടയാളങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ ഷോൾഡർ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോളും ഞാൻ 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതുപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. സ്കെയിൽ വെച്ചിട്ട് നേരെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് സൈസ് അവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 36 സൈസുള്ള ബ്ലൗസാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 9 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 11.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് ആണ് അടയാളപ്പെടുത്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ 13 ഇഞ്ച് എവിടെയാണ് കിട്ടുന്നത് അവിടെ നമുക്ക് ഇതുപോലെ അടയാളങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ നേരെ തന്നെ വരച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവിടെ ഷേപ്പ് വിഡ്ത്ത് അടയാളം രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് 9.5 ഇഞ്ചും അതുപോലെ 11.5 ഇഞ്ചും തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്യേണ്ട ഭാഗമാണ്. അവിടെ നമുക്ക് ടക്ക് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങളാണ്. അത് കാരണം കൊണ്ട് 1/2 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 17 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഇനി വേസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് തയ്ക്കുന്നത് പോലെ നമുക്ക് ബ്ലൗസിനും നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അളവുകൾ. നമുക്കിതിങ്ങനെ യോജിപ്പിച്ച് വയ്ക്കാവുന്നതാണ്. താഴോട്ട് നേരെ തന്നെ നമുക്ക് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളവിടെ സ്ലിറ്റ് പോലെ തയ്ക്കുന്നുണ്ട്, മടക്കി തയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് 13 ഇഞ്ച് നമ്മൾ ലെങ്ത് എടുത്ത ഭാഗത്ത് നമ്മളവിടെ ടക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ആം ഹോളുകളുടെ അവിടെ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 ഇഞ്ച് ഫ്രണ്ടിലോട്ടും 1.5 ഇഞ്ച് ബാക്കിലോട്ടും നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഇതുപോലെ നമുക്ക് ഇതുപോലെ പാതിയൊക്കെ കണ്ടിട്ട് ആം ഹോളിൻ്റെ അവിടെ പാതിയൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എങ്കിലും നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തായിട്ട് ഞാനിപ്പോൾ 3.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നെക്ക് ലെങ്ത് ആയിട്ട് 6.5 ഇഞ്ച് 6.5 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ട് നെക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും അതുപോലെ 6.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ലെങ്ത് ആയിട്ട് 5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ എത്രയാണോ നെക്കിൻ്റെ ഇറക്കത്തിന് താല്പര്യം അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്രണ്ടിൻ്റെ അവിടേക്കായിട്ട് ഞാൻ 4.5 ഇഞ്ച് ഇത് അടയാളം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്കിൻ്റെ ആ ഭാഗം. അപ്പോൾ ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് നെക്കായിട്ട് ഞാൻ റൗണ്ട് നെക്കാണ് തയ്ച്ചെടുക്കുന്നത്. അത് അവിടെ ഞാൻ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തിയതൊക്കെ കറക്റ്റായിട്ട് വരച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്കിലേക്കുള്ള അളവുകൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. ബാക്ക് ആം ഹോളും ബാക്ക് നെക്കും ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് നെക്കൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഷോൾഡറിൻ്റെ അവിടെ ജോയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ് തുണിയിലാണ് നമ്മൾ കറക്റ്റ് അളവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ മെയിൻ ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാണ് മെയിൻ ഫാബ്രിക്. ഞാനിപ്പോൾ ഇവിടെ അജ്രക്കിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1.25 മീറ്റർ തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തുണിക്ക് വിഡ്ത്ത് കൂടുതലാണ്, 44 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ വിഡ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് 1.25 ഇഞ്ചിനൊക്കെ നമുക്ക് ഫുൾ കൈ ഒക്കെ തയ്ക്കാൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മെയിൻ ഫാബ്രിക് എപ്പോഴും വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെങ്ത്ത് ഞാൻ 22 ഇഞ്ച് ഞാൻ മെയിൻ ഫാബ്രിക്കിൽ എക്സ്ട്രാ ഞാൻ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് 20 ഇഞ്ച് വരെ മതിയെങ്കിൽ 20 ഇഞ്ച് വരെ തന്നെ എടുത്താൽ മതിയാവും. അതല്ല നിങ്ങൾക്ക് എക്സ്ട്രാ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചെങ്കിലും നമ്മൾ ലെങ്ത്ത് കൂടുതൽ എടുക്കണം. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് ലൈനിങ് തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ട് സൂചികളൊക്കെ കുത്തി കൊടുക്കാം. അതുപോലെ ഈ വിരൽ പോയ ഭാഗത്തോടെ നമുക്കൊന്ന് തയ്ച്ചെടുത്തിട്ട് വരികയും ചെയ്യാം. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു അളവിൻ്റെ 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആണ് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ ക്ലോത്തുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ തയ്യലുമ്മ തൊടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്കൊക്കെ തിരിച്ച് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നെക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കത് ലൈനിങ് തുണി ഇതുപോലെ നമ്മൾ തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് തയ്ച്ചെടുത്ത് വരേണ്ടതാണ്. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്ത് വരണം. അതിന് ശേഷം വേണം നമ്മൾ ലൈനിങ് തുണി പുറകിലോട്ട് മറച്ചിട്ടിട്ട് ഒന്നുകൂടി അതിൻ്റെ മേലെ കൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലൈനിങ് തുണി ഒന്നും ഉന്തി തള്ളി പുറത്തേക്ക് വരാണ്ട് നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നെക്ക് തയ്ച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കതുപോലെ തയ്ച്ചെടുത്തിട്ട് ഞാനിതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആം ഹോളിൻ്റെ അവിടെ ലൈനിങ് ക്ലോത്തും മെയിൻ ഫാബ്രിക്കായിട്ട് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ലൈനിങ് ക്ലോത്തിൻ്റെ താഴ്ഭാഗം ഇതുപോലെ 2ആക്കി മടക്കി തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡിലും ഞാൻ ആം ഹോളും 2 സൈഡ് ഭാഗങ്ങളും അതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളിലുള്ള തുണികളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് അളവ് ലൈനിങ് തുണിയായിരുന്നു. അപ്പോൾ നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ടക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ടക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്തത് നോക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ടെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് കറക്റ്റ് സെൻറ്ററാക്കി നടുമടക്കി വെക്കേണ്ടതാണ്. ലൈനിങ് തുണിയുടെ ഭാഗമാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് 13 ഇഞ്ച് എവിടെയാണ് കിട്ടണേ അവിടെ നമുക്കിതൊന്ന് അടയാളം രേഖപ്പെടുത്താം. അതിന് ശേഷം ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് വരുന്നിടത്ത് നമുക്കിതുപോലെ ഒന്ന് അടയാളങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാം. അപ്പോൾ ടക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ ഭാഗത്തു നിന്ന് മേലോട്ട് 3 ഇഞ്ച് ഇതുപോലെ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തു നിന്ന് താഴോട്ട് 3 ഇഞ്ച് വരുന്നത് ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് അര ഇഞ്ചാണ് നമ്മൾ ഇടത്തും വലത്തും ഇട്ട് കൊടുക്കുന്നത് ടക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സൈഡിൽ 1 ഇഞ്ച്, അങ്ങനെ മറു സൈഡിൽ 1 ഇഞ്ച്, അങ്ങനെ 2 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൽ ടക്ക് ചെയ്യുമ്പോൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറു സൈഡിലും കിട്ടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വീണ്ടും നടുമടക്കി കൊടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് തന്നെ നടുമടക്കി കൊടുക്കുക. ആം ഹോളും നെക്കൊക്കെ കറക്റ്റല്ലേ നോക്കിയിട്ട് ഇതുപോലെ തട്ടി കൊടുക്കാവുന്നതാണ്, ടാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റേ മറു സൈഡിലത്തെ അളവുകൾ ഇപ്പുറത്തെ സൈഡിലോട്ടും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിതുപോലെ തന്നെ അടയാളങ്ങൾ കറക്റ്റാക്കി തന്നെ രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അങ്ങനെ കറക്റ്റാക്കി രേഖപ്പെടുത്തി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ടക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ സെൻറ്ററിലത്തെ മെയിൻ വര ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മെയിൻ വര, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വര ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ പിടിച്ചിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ടക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ അപ്പോൾ ടക്ക് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെൻറ്ററിലത്തെ വര ആദ്യം തന്നെ ടക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റ് ഭാഗങ്ങൾ പിടിച്ചിട്ട് നമുക്ക് ടക്ക് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് 2 ഫാബ്രിക്കുള്ള കാരണം പിടിച്ച് ടക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതിന് ശേഷം നമുക്ക് അവിടെ നിന്ന്
അയൺ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കത് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് തയ്ച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നല്ല വശത്തിൻ്റെ മുകളിലോട്ട് ലൈനിങ് തുണി വെച്ച് കൊടുക്കാം. അതിന് ശേഷം മുട്ടുസൂചികളൊക്കെ കുത്തി കൊടുക്കാവുന്നതാണ്. നമ്മൾ ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സിബ് വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ നീളത്തിലൊരു വരയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സിബ് ഞാനിപ്പോൾ ഇവിടെ 14 ഇഞ്ച് വരെയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. 14 ഇഞ്ച് കിട്ടുന്നത് വരെ ഞാൻ ഇതുപോലെ അടയാളങ്ങൾ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ നോക്കി വരച്ചിട്ട് അതിന് ശേഷം 14 ഇഞ്ച് കിട്ടുന്നിടത്ത് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിബ് വേണം ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇടത്ത് ഭാഗത്തും 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വലത്ത് ഭാഗത്തും നമുക്കിതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം. നെക്ക് തയ്ച്ചെടുക്കുമ്പോൾ അതുപോലെ 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ നെക്ക് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഇതുപോലെ കൈ പോകുന്ന ഭാഗത്തോടെ വേണം നമ്മൾ തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്കിൻ്റെ പാതിയോളം തയ്ച്ചിട്ട് താഴോട്ട് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ട് വേണം അപ്പുറത്തെ സൈഡ് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ലൈനിങ് തുണിയിൽ അവിടെ 2ആക്കി മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു വട്ടമല്ല 2 വട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു വട്ടമല്ല 2 വട്ടം നമ്മൾ തയ്ച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് തയ്യൽ തുമ്പുമൊന്നും തട്ടാതെ നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാ ക്ലോത്തുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള വരയുടെ മുകളിലൂടെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ തയ്യലുമ തൊടാതെ വേണം കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാൻ. നമ്മൾ ഇടത്തും വലത്തും 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് കറക്റ്റ് വരയുടെ മുകളിലോട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ ഇതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. അതിനുശേഷം തയ്യലുമ തൊടാതെ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കട്ടുകളും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മറച്ചൊക്കെ തയ്ച്ചെടുക്കാൻ എളുപ്പത്തിന് നല്ല ഫിനിഷിങ്ങിലൊക്കെ കിട്ടുക. ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ ഭാഗത്തൊക്കെ കട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ തയ്യലുമേ മുറിയാതെ വേണം നമ്മൾ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് തയ്ച്ചെടുത്ത് മറച്ചിട്ടിട്ട് വേണം തയ്ച്ചെടുത്തിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമുക്ക് കറക്റ്റ് ആ പോയിന്റുകളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ ആദ്യം തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാവുന്നതാണ്. അതിന് ശേഷം വേണം നമ്മൾ ലൈനിങ് മറച്ചിട്ടിട്ട് നമുക്ക് പതിച്ച് അതിൻ്റെ മേലെ കൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം തന്നെ തയ്ച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആം ഹോളിൻ്റെ അവിടെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗങ്ങൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ് തുണിയായിട്ട് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ലൈനിങ് ക്ലോത്തിൻ്റെ താഴെ ഞാൻ മടക്കി തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗവും ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും എല്ലാം ഫിനിഷിംഗ് ആയിട്ട് വേണം നമ്മൾ അടുത്തേക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിബ്ബാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സിബ്ബ് ഞാൻ ഇതുപോലെ സിബ്ബാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഇതുപോലെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്കൂടെയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സിബിൻ്റെ ഭാഗങ്ങൾ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലൂടെ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. എപ്പോഴും നമ്മൾ ഒരു വട്ടമല്ല 2 വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഈ കൈ പോയ ഭാഗത്തോടെ നമുക്ക് തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. ഇപ്പോൾ ഇതേ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സിബിൻ്റെ മുകളിലേക്കൂടെയായിട്ട് ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബാക്ക് ഓപ്പൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. സിബ് വെച്ച് തയ്ക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അത് നന്നായി ഷേപ്പായി കിട്ടുന്നതിനും സഹായിക്കും. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ ഇതുപോലെ യോജിപ്പിച്ച് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ യോജിപ്പിച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ 2 or 3 പ്രാവശ്യം കെട്ടിട്ട് തയ്ച്ച് നിർത്തേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷോൾഡറിൻ്റെ മുകളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടുത്തെ വണ്ണം എത്രയാണെന്ന് നോക്കാം. നമുക്കിനി സ്ലീവ്സ് ആണ് തയ്ച്ച് പിടിപ്പിക്കേണ്ടത്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതുപോലെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. തുണികൾ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഞാൻ ഫുൾ കൈ പോലെയാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ വണ്ണമായിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ എത്രയാണെന്ന് നോക്കാം. നമുക്ക് എത്രയാണ് വണ്ണം വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 11 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 10 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അടയാളങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഇഞ്ച് എവിടെയാണ് കിട്ടണേ അത് ഇതുപോലെ നമുക്ക് അടയാളം രേഖപ്പെടുത്താം. അതിനുശേഷം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അവിടെയാണ് നമ്മൾ കൈക്കുഴി ഒന്ന് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അടയാളങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാം. ഇനി നമുക്ക് കൈയുടെ താഴത്തെ വണ്ണം എത്രയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ടേപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 5 ഇഞ്ചും അതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലെ സ്കെയിൽ വെച്ച് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേൽഭാഗത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് കർവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തൊന്ന് കർവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അളവുകളൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് നമുക്കിതുപോലെ വരച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. ഞാൻ സ്ലീവ്സിന് ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 11 ഇഞ്ചാണ് ഞാൻ വിടുത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ചുരുക്കുകൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചുരുക്കുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവും ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളിൻ്റെ അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് തയ്ക്കണേൻ്റെ ആ സമയമാകുമ്പോൾ ഞാൻ ഇതുപോലെ വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററുകൾ ഇതുപോലെ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, തയ്യൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ ചുളുക്കുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗത്തോട്ടായിട്ട് വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ. അത് ഇതുപോലെ നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആ ഷോൾഡറിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു ചുരുക്കുകൾ എനിക്ക് തയ്ച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് തോന്നുന്നു, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കൈ ആദ്യം ഇതുപോലെ നമുക്ക് അടയാളങ്ങൾ രേഖപ്പെടുത്താം. അതുപോലെ ചെസ്റ്റിൻ്റെ അവിടുത്തെ അടയാളങ്ങൾ രേഖപ്പെടുത്താം. വേസ്റ്റിൻ്റെ അവിടെ വരെയുള്ള അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് അവിടെ കെട്ടിട്ട് നിർത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 17 ഇഞ്ചിൻ്റെ ഭാഗം വരെ 17-18 ഇഞ്ചിൻ്റെ ഭാഗം വരെയാണ് ഞാനിപ്പോൾ കെട്ടിട്ട് നിർത്തുന്നത്. അതിന് ശേഷം നമ്മൾ പൊളി പോലെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്നത് പോലെ തന്നെ ബ്ലൗസിൻ്റെ താഴെയും നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വരച്ച അവിടം വരെ ഞാനിപ്പോൾ തയ്ച്ചെടുത്ത് കെട്ടിട്ട് നിർത്തി വെക്കാണ്. അപ്പോൾ ഇനി നമുക്ക് അതിന് ശേഷം വേണം നമുക്ക് അവിടെ ആ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റാക്കി കിട്ടണം, ബാക്കും ഫ്രണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ലെവലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായി എടുത്തതിന് ശേഷം വേണം നമുക്ക് സ്ലിറ്റുകൾ തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി ഇതുപോലെ നമുക്ക് തയ്ച്ചെടുത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 3 ഇഞ്ച് വരെയാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ തയ്ച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡും നമുക്കതുപോലെ തന്നെ തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. ആദ്യം നമുക്ക് 2 ഭാഗത്തെയും സ്ലിറ്റുകൾ ഇതുപോലെ തയ്ച്ചെടുത്ത് വരേണ്ടതാണ്. അതിന് ശേഷം വേണം നമ്മൾ താഴെ ഭാഗത്ത് 2ആക്കി മടക്കി തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. അതിനെ സ്ലിറ്റ് തയ്ച്ചെടുക്കാം. അതിന് ശേഷം താഴെ ഭാഗത്തെ തുണികൾ 2ആക്കി മടക്കി തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. അങ്ങനെ ഞാൻ തയ്ച്ചെടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. താഴ്ഭാഗത്തും എല്ലാം തയ്ച്ചെടുത്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബ്ലൗസ് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇതുപോലെ സ്ലിറ്റ് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ താഴ്ഭാഗത്തും മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ മറു സൈഡിലും സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് താഴ്ഭാഗവും ഞാൻ മടക്കി തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ കറക്റ്റ് ഷേപ്പ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഷേപ്പ് ചെയ്യുക. അതുപോലെ കൈയുടെ റൗണ്ടും ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ പട്ടുപാവാടയ്ക്ക് ഇടാനുള്ള ബ്ലൗസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അജ്രക്കിൻ്റെ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും തയ്ച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.